കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിൽ 10ാം ദിവസത്തിലേക്ക് നീളുന്ന ദൌത്യത്തെ കാലാവസ്ഥ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇന്ന് ഡൈവിംഗ് നടക്കില്ലെന്ന് ദൌത്യസംഘം അറിയിച്ചു. നദിയിലെ കുത്തൊഴുക്ക് വൻ വെല്ലുവിളിയാണെന്നാണ് നാവികസേന വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നദിയിലിറങ്ങുന്നത് അസാധ്യമാണെന്നും നാവികസേന അറിയിച്ചു. പുഴയിലുള്ളത് അർജുന്റെ ട്രക്ക് തന്നെയെന്ന് ഐബോട്ട് പരിശോധനയിലും സ്ഥിരീകരിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ യുവജന കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവികൾക്ക് യുവജന കമ്മീഷൻ നിർദ്ദേശം നൽകി. സൈബർ ആക്രമണം നടത്തിയ ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൗണ്ടുകൾ കണ്ടെത്തി നടപടിയെടുക്കാനും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത് ഇസ്രായേലിനെതിരായ സൈബർ ആക്രമണത്തിലും കേസെടുത്തതായി യുവജന കമ്മീഷൻ അറിയിച്ചു. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ 29 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മിന്നൽ ചുഴലിക്കാറ്റിലും ശക്തമായ കാറ്റിലും വ്യാപക നഷ്ടം. തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ശക്തമായ കാറ്റ് വീശിയത്. നിരവധി വീടുകൾ തകരുകയും മരങ്ങൾ നിലം പതിക്കുകയും ചെയ്തു. INTUC നേതാവായിരുന്ന രാമഭദ്രം വധക്കേസിലെ 18 പ്രതികളിൽ 14 പേർ കുറ്റക്കാരെന്ന് CBI കോടതി. 4 പേരെ വെറുതെ വിട്ടു. കൊലപാതകം, ഗൂഢാലോചന, ആയുധം കയ്യിൽ വെക്കുക എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. പ്രതികളെല്ലാം CPM പ്രവർത്തകരാണ്. 2010 ഏപ്രിൽ 10-നാണ് വീട്ടിനുള്ളിൽ കയറി രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വെറുതെ വിട്ട പ്രതികളിൽ ജയമോഹൻ CPM കൊല്ലം ജില്ലാ സെക്രട്ടറി അംഗമാണ്. തിരുവനന്തപുരം CBI കോടതി ഈ മാസം 30-ന് ശിക്ഷ വിധിക്കും. 19 പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒരു പ്രതി മരിച്ചിരുന്നു. രാഷ്ട്രപതി ഭവനകത്ത് പേരുമാറ്റം. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിക്കകത്ത് 2 ഹാളുകളുടെ പേരാണ് മാറ്റിയത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന് ഗണതന്ത്ര മണ്ഡപ എന്നാണ് പുതിയ പേര് നൽകിയത്. അശോക് ഹാളിന് അശോക് മണ്ഡപ് എന്നും പേരുമാറ്റി. പേരുകൾ മാറ്റിക്കൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഉത്തരവിറക്കിയത്. വിവാദ മദ്യനയ കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി. CBI കേസിലാണ് നടപടി. ആഗസ്റ്റ് 8 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയത്. മനീഷ് സിസോദിയുടെയും BRS നേതാവ് K കവിതയുടെയും കസ്റ്റഡി കാലാവധിയും നീട്ടിയിട്ടുണ്ട്. തെക്കൻ എത്യോപ്യയിലെ പർവ്വത പ്രദേശമായ ഗാഫിയിലെ കെൻഷോ ഷാച്ച പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 229 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിൽ അകപ്പെട്ടവരെ കണ്ടെത്താനുള്ള തിരച്ചിലിനിടെ വീണ്ടും മണ്ണിടിഞ്ഞതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. ഒളിമ്പിക്സിൽ കന്നി അമ്പെയ്ത്ത് മെഡലിലേക്ക് ഉന്നം വെക്കുന്ന ഇന്ത്യക്ക് മികച്ച തുടക്കം. അമ്പെയ്ത്ത് റാങ്കിംഗ് റൗണ്ടിൽ ഇന്ത്യൻ വനിതകൾ ക്വാർട്ടറിൽ കടന്നു. യോഗ്യതാ റൗണ്ടിൽ 1983 പോയിന്റുമായി 4ാമത് ഫിനിഷ് ചെയ്തതോടെയാണ് ഇന്ത്യ നേരിട്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. 28-ന് നടക്കുന്ന ക്വാർട്ടറിൽ നെതർലൻഡ്സ്, ഫ്രാൻസ് മത്സര വിജയികളാകും ഇന്ത്യയുടെ എതിരാളികൾ.